ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തെറ്റുകുറ്റ കലാകളൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക. അപ്പോൾ രാവിലെ തന്നെ സായു എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഗായ്സ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇടങ്ങേറ് പിടിച്ചൊരു കാര്യമാണ്. ഞാൻ അവളോട് പറയണ്ട, അയ്യോ മുഖം കാണിക്കല്ലേ എന്ന്. അങ്ങനെ മുഖമൊന്നും അവൾ കാണിച്ചില്ല. പിന്നെ അതേ പുതപ്പൊന്നും മടക്കി വെച്ചിട്ടത് എന്നുള്ളതെന്നല്ല, ഇത് എടുക്കണോണ്ട് ഞാൻ ചെയ്തതാട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ അമ്മമ്മയാണ് ചെയ്യാറ് സുഹൃത്തുക്കൾ. എൻ്റെ ബ്രഷ് കാണാനല്ലേ ഗൈസ്, ഏതോ കള്ളൻ കട്ടുകൊണ്ട് പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കയ്യിൽ പേസ്റ്റ് വെച്ചിട്ട് വരുതി തേക്കാൻ. ഏറ്റവും ബെറ്റർ അതാണ് ഗൈസ്. പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. എന്നാണ് ഇപ്പോൾ ഈ ബ്രഷൊക്കെ വന്നത് അല്ലേ? അതാണ്. അപ്പോൾ അതേ ബ്രഷ് പോയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കയ്യിലും പിടിച്ചിട്ട് ഇതേ പട്ടിഷോട്ട് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതേ പല്ല് തേച്ചിട്ട് ഞാൻ വരാം ഗൈസ്, പല്ല് തേച്ചിട്ട് വരാം. അപ്പോൾ അതേ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റം അടിക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന മുറ്റം ഫുള്ള് ഞാനാണ് അടിക്കണമെന്ന്. നിങ്ങൾക്ക് തെറ്റിയാറ്റത്ത് കാണുന്ന ഗേറ്റിൻ്റെ പോഷൻ മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സായന്തിനായിരിക്കും കേട്ടോ. സായായിരിക്കും അടിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വൈകാതെ മുറ്റടിക്കൽ ചടങ്ങിലോട്ട് അങ്ങോട്ട് കടക്കട ഗൈസ്. ചക്ക കണ്ടോ നിങ്ങൾ? ചക്ക ഞാനിത് ഈ ഭാഗത്തെ കുറച്ച് ഭാഗം മാത്രം പട്ടിഷോട്ടിട്ട് അടിച്ച് വരിയിട്ട് ഞാനങ്ങനെ നൈസിലി അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഗൈസ് ചൂല്. അപ്പോൾ അത് ഇത്രയും ഭാഗം. പക്ഷേ ഇത് അടിക്കുന്നതാണ് എന്ത് രസമാണ്, സ്പീഡ് കൂട്ടിയോണ്ടാണ്. പക്ഷേ അത്ര വലിയ രസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ കാലം ശേഷം മേലെ അനങ്ങിയ ഒരു പണി എടുത്തു ഗൈസ്, നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി. എന്തിന്? നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുറ്റമൊക്കെ അടിച്ച് ഏകദേശം കഴിയാനായിട്ടാകും. കുറച്ച് പോർഷനുള്ളത് നമുക്ക് ചടപ്പട വെച്ചിട്ട് അടിച്ച് തീർക്കാം. അത് ഗൈസ് ഞാൻ അടിച്ച സ്ഥലം നോക്കുക എന്തൊരു ക്ലീനാണ്. അപ്പോൾ ഈ സായു ഇത് അവിടെ മൊത്തം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞാൻ സായുവിനെ ബ്ലറാക്കിയത് വേറെ ഒന്നും പേശർ ഇടില്ല ഗൈസ്, അതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്ന ചക്കയില്ലേ, ചക്കയുടെ അടുത്തേക്ക് ഏന്തി വലിച്ചെത്തിയിട്ടുണ്ട്. കുറേ ചക്ക ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് കുറേ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ചക്കയും മാങ്ങിയൊക്കെയുള്ള സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് പ്രകൃതി രമണീയം അങ്ങോട്ട് ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ വെയിലടിച്ച് വരുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം മായി നോക്കി. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിക്കാൻ ഇവിടെ നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല, തല കഴുകാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ വെള്ളം ഇത്തിരി ഒരു ഇഷ്യൂസ് ആയതുകൊണ്ട് കുളിക്കാൻ എന്ന് പറയാൻ പറ്റില്ല. തല മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ. ഹെയർ മാത്രം വാഷ് ചെയ്തിട്ട് ഞാൻ വരും കേട്ടോ. കാരണം ഹെയർ ഇവിടെ വാഷ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹെയർ ഫുൾ ഇങ്ങനെ ഒട്ടണ പോലെ കേട്ടോ ഓരോണ്ട്. അപ്പോൾ ഇതേ പോയി ഇതേ കുളിച്ചു കേട്ടോ. കുളിച്ചില്ല, തല നനച്ചിട്ട് ഇതേ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. വീട്ടിലെ താത്തേനെ സുബാത്തനായിട്ട് കുറച്ച് നേരം ചൊറ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ അന്നമാണല്ലോ ഉന്നം. അപ്പോൾ അതേ രാവിലത്തെ ഫുഡ് അങ്ങോട്ട് കഴിക്കായിരുന്നു. വേറെ പ്രത്യേകിച്ച് ജോലിയും പണിയൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ഫുഡ് അടിക്കുക ഇരിക്കുക അതിനെ ആയിരിക്കും ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഫുള്ള് ഇട്ട്. എൻ്റെ ജീവിതം അങ്ങനെയാണ് ഗൈസ്, എന്ത് പറയാനാ. അപ്പോൾ ഇതേ ഫുഡൊക്കെ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്നാൽ ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസിനെ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണിലിരുന്ന് കുത്തിയിട്ടാണ് എണീച്ചപ്പോൾ ഫോൺ തന്നെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നിനും വേണ്ടി നടക്കുമായിരുന്നു. അപ്പോൾ അതേ കുറച്ചധികം നേരം തന്നെ ഫോണിലിരുന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെ ആരോ വിളിച്ചു ഗൈസ്. ആരോ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് എണീച്ച് പോയി. ബിരിയാണി വെക്കുന്നുണ്ട് ശ്രേയ, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ പുറത്താട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വെച്ചു. ടോമിൻ്റെ ഒക്കെ ഒരു സുഖം നോക്കുക ഗൈസ്. കെടുക്കുക, ഫുഡ് കഴിക്കുക, ഇരിക്കുക. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ. അവനും ഞങ്ങളും വലിയ വ്യത്യാസമൊന്നുമില്ല. വേറെ കാര്യം, ഞാനിതേ ബിരിയാണി വെക്കുന്ന സ്ഥലത്തേക്ക് ഏന്തി വലിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞാനൊരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തൊഴുത്തായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അടിച്ച് പൊടിച്ച് നിരത്തിയിട്ടിട്ട് ഇപ്പോൾ മാമൻ്റെ വണ്ടി വെക്കണ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരു മിറർ കണ്ടപ്പോൾ പട്ടിഷോ കൊലശോ അത് നമ്മുടെ രക്തത്തിൽ ഇറങ്ങിക്കൊണ്ട് നമുക്കത് വേണം. നമ്മൾ വന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്ന സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, നമ്മൾ ബിരിയാണി വെക്കുന്നത് എവിടെ വരെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏകദേശമൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് ഇളക്കി മറിച്ചു. ഇനി അവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണം, അവരെ കൈ ഞങ്ങളുടെ മുഖത്ത് പതിയും എന്നായപ്പോൾ ഞാനും സായും കൂടിയിട്ട് അവിടെ നിന്ന് ഇതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് സായു എനിക്ക് ഒരു അടിപൊളി നാരങ്ങ വെള്ളം അങ്ങ് കലക്കി തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഈ ചൂടത്തതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമല്ലേ. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഫുഡ് യൂഷ്വലി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ അയ്യോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ ഗൈസ്. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ അല്ലേ. അപ്പോൾ അതൊക്കെ അടിച്ച് കയറ്റി ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു ഗൈസ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പിടിക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കണ്ണാടി കാണുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര സുന്ദരിയാന്ന് ഗൈസ്. നിങ്ങൾ പറ, കണ്ണാടിയിൽ എന്നെ കാണാൻ സുന്ദരിയിട്ടില്ല. അപ്പോൾ ഞാൻ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഡ്രസ്സ് മാത്രം മാറിയിട്ടുള്ള കൊലശുവാണ്. പിന്നെ ഞാൻ മുടി കെട്ടാനായിട്ട് നിന്നുണ്ടോ. നിങ്ങൾ ആ ബാക്കിലുള്ള ഡ്രസ്സൊന്നും ഇതാക്കണ്ട. ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുത്തി വലിച്ച് കയറ്റിയതാണ്. ഞാൻ അത് ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. അപ്പോൾ അത് ഞാൻ മുടിയൊക്കെ കെട്ടി സുന്ദരിയായി ഗൈസ്. അപ്പോഴും നമ്മൾ പൊട്ടിയിട്ടിട്ടില്ല. ഞാൻ പൊട്ടിയിടാറില്ല ഗൈസ്. ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇവിടെ ഇരുന്നിട്ട് പുട്ടിയൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അവൻ പൗഡറൊക്കെ വാരി വലിച്ച് തേമ്പുന്നുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് ഒരുക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഒരുങ്ങുന്ന ഗെറ്റ് റെഡി വിത്ത് മീക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആകെ തിക്കും തിരക്കും ബഹളമായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ.
അപ്പോൾ അതേ ഞാൻ സുന്ദരിയല്ലേ ഗൈസ്, എൻ്റെ എല്ലാം ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, നിങ്ങളോട് പറയാനുള്ളതായിരുന്നു, പക്ഷേ ഒന്നും പറയാൻ പറ്റിയില്ല. ഇവിടെ കണ്ട ആൾക്കാരുള്ളതുകൊണ്ട് ഫുള്ള് അവരെ വോയിസ് ആയിരുന്നു കേട്ടോ എൻ്റെ വോയിസിനെക്കാട്ടിയും കൂടുതലായിട്ട് കേട്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാവർക്കും കഴിഞ്ഞു, ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ജീൻസ് എടുത്തത് കുന്നോളത്തൊരു കടയിൽ നിന്നുണ്ട്. നമ്മളെ ടീഷർട്ട് വന്നിട്ട് മിന്ത്രയിൽ നിന്നാണ് ഗൈസ്. ഡ്രസ്സ് നിങ്ങൾ ഫുൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് ഫുള്ള് വന്നിട്ടുള്ള ലുക്ക്. സോ നമുക്ക് വിലയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ നടന്ന് സെൻറ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ബഡീസാണ് ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ യൂഷ്വലി വേർത്തൊഴുകൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല ഗൈസ്, എവിടെ ഇറങ്ങിയാലും ഈ വേർപ്പ് തന്നെ. ഇതിന് വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞായോട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ കയറി കുടിച്ചിട്ട് ഞാനോ എൻ്റെ അമ്മയുണ്ട് ഗൈസ്, നിങ്ങൾ രണ്ടുപേരും, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ കൈ പിടിച്ച് നടക്കണു എന്നേ ഉള്ളൂ ഗൈസ്. നടന്ന് പോയപ്പോൾ നമ്മൾ ആരനെ കണ്ടു, നന്ദനെയും കണ്ടു, ആൻറ്റിനെയും കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് നേരം ചൊറ പറഞ്ഞു തന്നു. അപ്പോഴേക്കും അവിടെ തന്നെ കമ്മിറ്റികളിലെ പൂരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം. അപ്പോൾ അതേ നമ്മളതൊക്കെ അങ്ങ് കണ്ടു ഗൈസ്. പിള്ളേരൊക്കെ ഫുൾ ചിൽ മോഡാണ്. ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമോയെന്ന് നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗൈസ് വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇത്രയും എടുത്ത് കൂട്ടിയതിന് യാതൊരു ഇതും ഉണ്ടാവില്ല, നമുക്ക് ഡിലീറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കമ്മിറ്റികളിൽ ഇതൊക്കെ ഉണ്ട്. ആ മഞ്ഞ ടീഷർട്ട് ഇട്ട ചെക്കൻ വൈബായിരുന്നു കേട്ടോ. ആ ചെക്കൻ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടുന്നെന്ന് അവൻ തന്നെ അറിയില്ല. അങ്ങനെ അതൊക്കെ കുറച്ചധികം നേരം തന്നെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കൊട്ടേര്, അവരെ കമ്മിറ്റിത്തെ ഗേൾസൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എവിടേക്ക് പോകണം, അമ്പലത്തിൽ പോകേണ്ട മക്കളെ. അപ്പം അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേ നടന്ന് നമുക്ക് ഈ നടത്തം മാത്രം തന്നെ. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഗൈസ്, ഈ ചേട്ടൻ നമുക്കറിയാം, പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. ആള് വൈബായിട്ട് കണ്ണാടൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ട്. തുമ്പിക്ക് കണ്ണാട വെച്ച് കൊടുത്ത പോലെയല്ലേ. അങ്ങനെ നമ്മളെ ഇന്ത്യ വലിച്ച് നമ്മൾ പൂരപ്പറമ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ പിള്ളേർ കിടന്ന് ഇവിടെ കുമ്മാങ്കുത്ത് തല്ലുകൊണ്ട് ഞാൻ ഇപ്പോഴാട്ടോ കണ്ണു. ഈ വീഡിയോ എടുക്കണ നേരത്തെ ഞാൻ കണ്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കണ്ണു. ഈ പിള്ളേർ എന്തിനാ ഇവിടെ കിടന്ന് തല്ലുകൊണ്ട്, എന്താണാവോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇവിടെ വയല നടക്കണോണ്ട് ഇവിടെ ആനകളൊന്നും ഉണ്ടാവില്ല, ആകെ ഒറ്റ ആന ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താണ് ഈ ഒറ്റ ആന ഉണ്ടാവണത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആനേനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വായി നോക്കി അവിടെ നിന്നു കേട്ടോ. നല്ല രസമല്ലേ ഗൈസ്. ഒരു ആനയായതുകൊണ്ട് അത്ര വലിയ ഗുമ്മ എനിക്ക് തോന്നിയില്ല കേട്ടോ. നമ്മളെ നാട്ടിൽ നിറന്നങ്ങ് കെട്ടുക്കല്ലേ. പക്ഷെ ഇവിടെ ആനപ്പൂരല്ല, ഇവിടെ കൂടുതൽ കാളികളാണ്. നമ്മളവിടെ ആനപ്പൂരാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഇതല്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ. അപ്പോൾ ഇതേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോന്നൊക്കെ മേടിക്കാൻ തോന്നിയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ. ഇപ്പോൾ വെറുതെ നോക്കി പിശുക്കിൻ്റെ 5 കളിയായതുകൊണ്ട് നമുക്കിതൊന്നും മേടിക്കാൻ തോന്നില്ല. പിശുക്കില്ലാത്ത കാലം അന്തനാളിൽ തോന്നിയിരുന്നു, ഇന്തനാളിൽ ഒന്നുമേ തോന്നാതെ. അപ്പോൾ അത് കുറച്ച് നോക്കി അമ്മ എന്തോ മേടിച്ചിട്ടോ ഗൈസ്. അമ്മക്ക് അമ്മലെങ്ങാണ്ട് മേടിച്ചു, ഞാൻ ഒന്നും മേടിച്ചില്ല ഗൈസ്. എനിക്ക് പിശുക്കിന് കൈയും കാലം വെച്ചുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ കുറേ മോതിരമൊക്കെ നോക്കിയിട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങ് കൊള്ളണത് അങ്ങോട്ട് ഇഷ്ടപ്പെടണമില്ല. അപ്പോൾ കുറേ നേരം അവിടെ വായ നോക്കി നിന്നു കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ അത് കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും, പക്ഷേ അതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല. കണ്ട ഗൈസ്, ഇതൊക്കെ കണ്ട ആർക്കാണ് മേടിക്കാൻ തോന്നുന്നത്, പക്ഷേ വില കേട്ട് കഴിഞ്ഞാൽ ആരും മേടിക്കില്ല. അവിടെ അതൊക്കെ നോക്കി വെള്ളം ഇറക്കിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോയി സുഹൃത്തുക്കളെ. അപ്പോൾ ഉള്ളിലൊന്നും കയറി തൊഴുതില്ല കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് സ്ഥാനം അടിച്ച് കയറ്റി വിട്ടതായതുകൊണ്ട് ഉള്ളിലൊന്നും കയറിയില്ല. അമ്മമ്മയും ശ്രേയയും സജുവായിരുന്നു കേട്ടോ ഉള്ളിൽ കയറിയത്. ഞാനൊന്നും കയറിയില്ല, ഞാൻ പുറത്തുനിന്ന് തൊഴുതുള്ളൂ കേട്ടോ. എനിക്ക് എന്തോ ചിക്കൻ കഴിച്ചിട്ട് അങ്ങനെ കയറാമെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഗൈസ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കാരണം ഞാൻ കയറിയില്ല ഗൈസ്. ഞാൻ പുറത്തുനിന്ന് തൊഴുത് എൻ്റെ സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് പോന്നില്ല ഗൈസ്. അവിടെ കുറച്ച് നേരം നിന്ന് വായ നോക്കാൻ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. അവിടെ കതിനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ആന ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് നോക്കി നിന്നു. അവിടെ കുറച്ച് നേരം നടന്നു ഗൈസ്. ഇത് വേല ആയതുകൊണ്ട് കുതിര ഞാൻ തോന്നുന്നു, കുതിര അതിനെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഷോ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. അവർ തൊഴുത് വരണവരെ നമ്മളവിടെ നിൽക്കണമല്ലോ, അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു, നടന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി. അപ്പോഴേക്കും കരിങ്കാളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതലും കരിങ്കാളി ആയിരിക്കും കേട്ടോ, കാരണം വേല ചെയ്തുകൊണ്ട് കാളികളായിരിക്കും കൂടുതൽ കാണുക. പിന്നെ കുറച്ച് തെറ, കുറച്ച് തെയ്യം, അതൊക്കെ പേരിനുണ്ടായിരിക്കും. കൂടുതലും കാളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി നിന്നു. പണ്ടൊക്കെ ഇതൊക്കെ നെഞ്ചിടിപ്പായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ അത്ര പേടി ഇപ്പം ഇല്ലയെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ പേടിച്ചോടും, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ നാട്ടിലും ഇങ്ങനെ കരിങ്കാളി ഒക്കെ ഉണ്ടോ എന്ന് പറയാം കേട്ടോ. കരിങ്കാളി, ചോരക്കാളി, മഞ്ഞക്കാളി, ഇവിടെ അങ്ങനത്തെ കുറേ കളികളുണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ തെയ്യങ്ങളാണല്ലോ കൂടുതൽ. ഇവിടെ ഇങ്ങനത്തെ കാളികളാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറേ ഉണ്ട്. അതൊക്കെ ഓരോ വീട്ടിൽ നിന്ന് കെട്ടിക്കണതാണ് കേട്ടോ. ഈ ഓരോ കരിങ്കാളിയിട്ട് വരുന്നത് വേറെ ഒന്നും അല്ല, ടീമിൽ നിന്നല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മുടെ വീട്ടിലല്ല കേട്ടോ, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ
വഴിപാട് നേർന്നതാണ് കേട്ടോ. അവരെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളാം എന്നുള്ളത് അവർ ചെയ്തിട്ട് അങ്ങനെ കെട്ടിക്കണതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കെട്ടിച്ചിരുന്നു, നമ്മളൊക്കെ ചോട്ടാസായിരിക്കുമ്പോൾ. ഇപ്പോഴൊന്നും കെട്ടിക്കുന്നില്ല. അങ്ങനെ കെട്ടിക്കുകയാണെങ്കിൽ എന്താ പറയുക, നന്നായിട്ട് നോൽമ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ കെട്ടിക്കുന്നില്ല. പക്ഷെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുവന്ന് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ പണ്ടൊക്കെ കെട്ടിയിരുന്നു കേട്ടോ. ഇനി മാഷാ അല്ലാഹ് ഇങ്ങനെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ ഒരു കൊല്ലം എടുക്കും, അറിയില്ല, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊത്തിപ്പിടിച്ച് വരണ്ട. എനിക്ക് ജാതിയില്ല മതമില്ല ഗൈസ്, ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവമെല്ലാം ഒന്നാണല്ലോ അങ്ങനെയാണല്ലോ ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കളിപ്പാട്ടം മേടിച്ചു ഗൈസ്. ഈ സാധനം എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിശുക്കൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ അങ്ങ് റെഡി ക്യാഷ് കൊടുത്ത് അങ്ങ് മേടിച്ചു ഗൈസ്. ഇതിന് എത്ര രൂപയാണ്, നിങ്ങളിത് മേടിച്ചിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില കമൻറ്റ് ചെയ്തിട്ട് അയാൾ എന്നെ പറ്റിച്ചോ നോക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ കാളികളൊക്കെ വരാനായപ്പോൾ അവിടെ എഴുന്നള്ളിച്ചേർന്ന ആന ഉണ്ടല്ലോ. അപ്പോൾ ആ ആന ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്, അടുത്തോ എല്ലാം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ഞാൻ കയ്യിൽ നിന്നിട്ടാണ്. അപ്പോൾ ഈ കാളികൾ ഇതൊക്കെ വരാനായപ്പോൾ എഴുന്നള്ളിപ്പോൾ അങ്ങനെ എന്തോ ഇതാണ് ഗൈസ്, എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതേ ആന പോകാനായി, ആന പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആന പോയതിന് ശേഷം ഫുള്ള് കാളികളാണ് വരിക. തെയ്യം, തെറ, കാളി, കരിങ്കാളി അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ. കരിങ്കാളി ആയിരിക്കും. നിങ്ങളിതിൽ കരിങ്കാളീനെ കണ്ടു മടുക്കും, എന്നാലും കണ്ടോ. കരിങ്കാളീനെ ഇതുവരെയായിട്ടും കാണാത്തവരുണ്ട് ഒക്കെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. കരിങ്കാളി കെട്ടി ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ വേറൊരു കളിപ്പാട്ടം കൂടി മേടിച്ചു. അത് ഈ ഫാനായിരുന്നു കേട്ടോ. ഞാനതവിടെ നിന്ന് വീശിയല്ല ഇതാക്കിക്കൊണ്ടിരിക്കേണ്ട. അതിൻ്റെ ഇടയിൽ ചോരക്കാളി വന്നു ഗൈസ്. ഇത് ഒരു വട്ടം നമ്മളെ വീട്ടിൽ കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും അറിയില്ല ഗൈസ്, നമ്മൾ അത്രയും ചെറുതായിരുന്നു കേട്ടോ. ഇനി അങ്ങനെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണമായിരിക്കും ഉറപ്പായിട്ട്. അപ്പോൾ അത് വന്നു. പക്ഷെ പണ്ടൊക്കെ കാണുമ്പോൾ ഇതിനെ കാണുമ്പോൾ നല്ല പേടി തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ചോരക്കാളിനൊന്നും കാണുമ്പോൾ അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. കരിങ്കാളീന് അന്നും ഇന്നും എന്നൊക്കെ പേടിയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോരക്കാളി ഇതേ കളിച്ച് പോയി. പിന്നെ ഫുള്ള് കരിങ്കാളിയാണ്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടാവുക കരിങ്കാളി ആയിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ കരിങ്കാളിയാണ്. ഈ കരിങ്കാളി ചിലവരൊന്നും അങ്ങനെ കളിക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടേക്ക് വന്ന 2-3 ആൾക്കാരൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിത് കുറച്ച് പട്ടിച്ചു, ഞാൻ കാറ്റടിച്ച് വിടുന്നുണ്ട് ഗൈസ്. അത്രയും ചൂടായിരുന്നു കേട്ടോ, വയർത്ത് ഇങ്ങനെ ഒഴുകുമായിരുന്നു. പിന്നെ ഇതെന്തുമായിരുന്നു, പിന്നെ ഒരു ചോരക്കാളി ഒരു രൂപം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രൂപം എനിക്ക് എന്താണെന്ന് അറിയില്ല, ദേവിയോ കാളി അങ്ങനെ എന്തോ ഒരു സംഭവം അങ്ങനെ വിശേഷിപ്പിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നുള്ളൊരു കമൻറ്റ് ബില്ലോ ഗൈസ്. പിന്നെ വീണ്ടും നമ്മുടെ കരിങ്കാളി ഇവർ അടിപൊളിയായിട്ട് നല്ല രസത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഇങ്ങനെ ദേഷ്യമൊക്കെ കയറിയിട്ടായിരുന്നു കേട്ടോ ഇവരെ നോട്ടവും കാര്യങ്ങളൊക്കെ. എല്ലാവരെയും കാട്ടിയും കുറച്ച് വെറൈറ്റി ആയിരുന്നു അവരിന്നെയാട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചവർ തന്നെയാണ് ഇവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം തെറ വന്നു. തെറയൊക്കെ കുറവായിരുന്നു, നമ്മളോട് ഞാൻ പറഞ്ഞല്ലോ, വേലയായതുകൊണ്ട് തെറ കുറവായിരുന്നു. കൂടുതൽ കാളികളായിരുന്നു കേട്ടോ ഇഷ്ടത്തിന്. കുറേ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ വെറുപ്പിക്കേണ്ട വെച്ചിട്ട് കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇതെന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന സുഖം ഉണ്ടാവുമല്ലോ. വീഡിയോ കൂടെ കാണുമ്പോൾ അത് എൻ്റെ വോയിസ് ഓവറും കൂടി കൊടുക്കുമ്പോൾ പിന്നെ പറയണ്ട, നിങ്ങൾ വെറുത്ത് പണ്ടാറടങ്ങും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട്, ഒഴിച്ചു കൂടാൻ പറ്റില്ലല്ലോ എന്നുള്ളത് എടുത്തിട്ട് ഞാൻ ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തത്. പിന്നെ ഇത് വേറെ സെറ്റ് വന്നു കേട്ടോ. ഇവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലവർ വെറുതെ ഇങ്ങനെ നടന്നു പോകണവരുണ്ട് കേട്ടോ കരിങ്കാളികൾ. ചിലവർ നല്ലോണം പേടിപ്പിക്കണവരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടി ഉണ്ടെങ്കിലും കൂടിയിട്ട് കാണാൻ നല്ല രസമല്ലേ ഗൈസ്. ഇവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെന്തൊക്കെയോ കൊടുത്ത് കാണിച്ചു കൂട്ടിയിരുന്നു. ഇവർ കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ വീട്ടുകളിൽ നിന്ന് കെട്ടിച്ചുള്ളതാണ് കേട്ടോ. കമ്മിറ്റിയും കാര്യങ്ങളും ഒന്നുമല്ല, ഓരോരുത്തരുടെ വീട്ടിൽ വഴിപാടുകൾ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, അങ്ങനെ കെട്ടിച്ചുള്ളതാണ്. അതിനുശേഷം കാവടി വന്നു കേട്ടോ. കാവടി 1-2 സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ടീമിൽ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു സെറ്റ് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പോഴേക്കും അവിടേക്ക് ഇരുട്ടായപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ എല്ലാ കരിങ്കാളികളും കൂടിയിട്ട് താഴത്തേക്കാവിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് എന്തോ പഠിച്ച് പറയണ പോലെ ഉണ്ടല്ലോ, ഒറ്റ ശ്വാസത്തിൽ പറയണോണ്ടോ ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായതുകൊണ്ട് അമ്മമ്മ അവിടെ താഴത്തേക്കാവിൻ്റെ അവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നിന്നിട്ട് കാണാൻ രസം അവിടെയായിരുന്നു കേട്ടോ. കാരണം എല്ലാം അവിടെയാണല്ലോ എൻഡിങ് നടത്തുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വീണ്ടും തിറകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ബലൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല ക്യൂട്ടായിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അപ്പോൾ ഇത് തെറയല്ല ഗൈസ്, തെയ്യം വന്നിട്ടുണ്ട്. തെയ്യം ആകെ ഒരു സെറ്റ് അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. അതിനുശേഷം വെടിക്കെട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന സംഭവം ഉണ്ട്. ഇവിടെയും കപ്പളയങ്ങാടും ഞാൻ കണ്ടുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് ഈ കണ്ണൂർ തെയ്യങ്ങൾ അങ്ങനത്തെ തോന്നുന്നു ഗൈസ്. ഇങ്ങനത്തെ ഈ ചോപ്പ് സംഭവങ്ങളോട് കൂടിയിട്ട് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ എൻഡിങ്. അപ്പോൾ അത് വന്നു. ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിനെ പേടിയുണ്ട്, പക്ഷേ ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവർ ഇവിടെ വെച്ചിട്ടൊന്നും തീ കത്തിച്ചിട്ടൊന്നും ചെയ്യില്ല. ഇവരിങ്ങനെ ചുറ്റോറം ആരയുടെ അവിടെ തീ വെച്ചിട്ട് നന്നായി കറങ്ങുകയൊക്കെ ചെയ്യും.
അതൊക്കെ പാടത്തെ ചെയ്യാട്ടോ. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൂരപ്പറമ്പിൽ നിന്ന് ഇറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ എല്ലാം പിടിച്ചു. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ. ഇത്ര മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പഠിച്ചു വരുന്നല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് വന്നു. കറണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നപ്പോഴേ കറണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ കുളിച്ചു, ഫുഡ് കഴിച്ചു. അതൊന്നും നിൽക്കാൻ പറ്റില്ല. ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടാകില്ല. ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ വിചാരിച്ചു എന്താണ് വൈകിട്ടപ്പോൾ അങ്ങോട്ട് പറയാമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും